എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ നാട്ടിൽ പോയി വന്നിട്ടേ ഫസ്റ്റ് വെള്ളിയാഴ്ചയാണ് നാട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഉണ്ടാക്കാം, നമുക്ക് മധൂത്ത് ഉണ്ടാക്കാം. പക്ഷേ ഞാൻ നാട്ടിൽ പോയപ്പോൾ നാട്ടിലുള്ള കുട്ടികൾക്കും ഭാര്യക്കും ഒക്കെ ഈ മധൂത്ത് മന്തി ഇതൊക്കെ വേണം. പക്ഷേ ഏത് ഹോട്ടലിൽ പോയി കഴിച്ചിട്ടും നമ്മൾ ഈ സൗദി അറേബ്യയിൽ മത്താംബീർ റോഹാൻ്റെ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തതും ഇഷ്ടപ്പെടില്ല കേട്ടോ. അതുപോലെ തന്നെ മന്തിയും അതെ, മന്തി എന്നൊക്കെ പറഞ്ഞാൽ കുഴിമന്തി എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കുഴിമന്തി അല്ല എന്നാണ് എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത്. നമ്മളെ ഈ മത്താംബീർ റോഹാൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, എവിടെയും കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മധൂത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ. നാട്ടിലാണെങ്കിൽ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടാ. ഉമ്മ അല്ലെങ്കിൽ ഭാര്യ ആരെങ്കിലും ഉണ്ടാക്കി ജുമായെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവരൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരും. ഇതിപ്പോൾ ഞമ്മൻ തന്നെ ഉണ്ടാക്കണ്ടല്ലേ. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഉള്ളി മുറിച്ച് വെളുത്തുള്ളിയും കൂടി ആദ്യം എണ്ണയിലിട്ട് ശരിക്കും എന്താക്കി ഇതിനെ ചൂടാക്കി കറുപ്പിച്ചെടുക്കും കേട്ടോ. കറുപ്പിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയെല്ലാം ഇടുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ളവരൊക്കെ നമ്മൾ മധൂത്ത് കഴിക്കാൻ ആഗ്രഹിക്കും, മധൂത്ത് മധുവി അതുപോലെ മന്തിയൊക്കെ കഴിക്കാൻ. പക്ഷെ നമ്മളങ്ങനെ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പറയും നമുക്ക് നാട്ടിലത്തെ ഭക്ഷണം വേണം, കാരണം നമ്മൾ ഹോട്ടലിനൊക്കെ കഴിച്ച് വരുന്നതെന്നൊക്കെ പറയുമ്പോൾ അവർ പറയും അത് വേണ്ട, നമുക്ക് ഇന്ന് മധൂത്ത് കഴിക്കാൻ പോവുക, ഇന്ന് മന്തി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഓരോ പ്രവാസി ആഗ്രഹിക്കുന്നത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനല്ല അല്ലേ? കാരണം ഈ ഹോട്ടലുകളിൽ നിന്നൊക്കെ കഴിച്ചിട്ട്. പക്ഷേ നമ്മളെ മക്കൾക്കും അവർക്കും ഇവർക്കൊക്കെ വേണ്ടി നമ്മളെന്താക്കുന്നത് മധൂത്തൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നതാണ്. പക്ഷേ അല്ലേ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കട്ടാ.